ഹായ് ഹലോ അസ്സാം വലൈക്കും. സുലു ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മോരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ എന്നും തയ്യാറാക്കുന്നതിനേക്കാൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഉണക്കക്കൊഞ്ചും വെണ്ടയ്ക്കൊക്കെ ഇട്ട് ഒരു അടിപൊളി മോരിൻ്റെ റെസിപ്പിയാണ്. അതിനായി ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, അതിനായി ഞാനൊരു ബൗൾ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കക്കൊഞ്ചാണ്, കുറച്ച് ഉണക്കക്കൊഞ്ച് എടുത്തു. പിന്നെ ഒരു 100 ഗ്രാം വെണ്ടയ്ക്കയാണ്, അത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കക്കൊഞ്ചും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനായി അരപ്പ് തയ്യാറാക്കണം. അതിനായി ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഒരു ബോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 5 ചെറിയുള്ളിയും 3 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 4 പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഒരു ഡിഷ് എടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബോൾ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുലുക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് താളിക്കലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ അതിലേക്ക് 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 7-8 അല്ലി ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് തന്നതും കുറച്ച് കായം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന വെണ്ടയ്ക്കയും നമ്മൾ ഒന്ന് മൂപ്പിച്ച് വെച്ചിരുന്നല്ലോ, വെണ്ടയ്ക്കയും ആ ഉണക്കക്കൊഞ്ചും അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പാകത്തിലുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയം ഗ്യാസ് സ്റ്റവ് എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ചെറുതായി ഒന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിക്കലും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ മോര് കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണം, നമുക്ക് ഒരു പറ ചോറ് കഴിക്കാൻ പറ്റും. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് കൂട്ടുകാർക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.